ഓണൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ? ഞങ്ങളെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ? ഇപ്പം നിങ്ങൾ എന്താ കാരണം എന്നറിയോ? ആ ഒരു 10 വീഡിയോകൾ ചെയ്തില്ല നമ്മൾ. ആ 10 വീഡിയോകൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ എടുക്കാച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ചെറിയൊരു പനീൻ്റെ ഒരു ടെൻഡൻസി ഇങ്ങനെ വന്നേക്ക്. പിന്നെ ഇങ്ങനെ അതൊരു ചുമയായി മാറി. പിന്നെ പനിച്ച്, ചുമ, തൊണ്ടവേദന, കഫ് കെട്ട് എല്ലാം കൂടി. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് മനുവിനെ വിളിച്ചപ്പോൾ മനുവിന് ഇതേ അവസ്ഥ. ഞങ്ങൾക്ക് രണ്ടാക്കും എന്തോ കണ്ണു പറ്റിയ പോലെ ഉണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും വയ്യാതെയായി. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞേ. അപ്പോൾ നിങ്ങൾ ഞങ്ങളൊന്നും മറന്നില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇന്നു പുതിയ വീഡിയോ തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10 ദിവസം നമ്മളെ കേരള ഫുഡ് തന്നെയല്ലേ എന്ന് കഴിച്ചുകൊണ്ട് നിന്ന് നമ്മളെ സദ്യയിലുണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി കഴിച്ചിങ്ങനെ നിന്നില്ലേ? അങ്ങനെ കഴിച്ച് അതൊക്കെ മടുത്ത്. അപ്പോൾ ഇനി വ്യത്യസ്തമായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്കൊരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ അതായിക്കോട്ടെ അല്ലേ? എന്നാൽ വേഗം അതിനുള്ള പരിപാടി വെക്കാം നമുക്ക്. ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കാരക്കയാണ് എടുത്ത് വെച്ചത് ആദ്യം തന്നെ. അപ്പോൾ ഈ ഒരു കാരക്കേനെ നമ്മൾ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ കുരുവൊക്കെ കളയുമ്പോൾ ഇതിനുള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും ജന്തുക്കളോ പുഴുക്കളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാക്കണം ഒരു പ്രാണി. ഇവനെ നമുക്ക് ഒഴിവാക്കിയെടുക്കണം. ഇതാ പോണു എല്ലാം നമുക്ക് നല്ലപോലെ വൃത്തിയാക്കിയെടുക്കട്ടോ. ചിലതൊക്കെ നല്ലതാവും. ഇതൊക്കെ നല്ലതാണേ, ഒന്നും കുഴപ്പമില്ല. കാരക്കൊക്കെ നല്ലോണം കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ഇതേപോലെ അടുപ്പത്ത് വെച്ചെടുത്തു. ഗ്യാസൊക്കെ ഓൺ ചെയ്തതിന് കേട്ടോ. ഞാൻ കാരക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ? ഇത് കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ? ഈത്തപ്പഴം എന്ന് പറയൂട്ടോ. പക്ഷെ എനിക്ക് വേഗം വായിൽ കിട്ടുക കാരക്കാന്നാണേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നുള്ളൂ. അപ്പം നമ്മളെ ഒരു പാന് ചൂടാവുന്നുണ്ട്. ചൂടായ പാനിലേക്ക് ഞാൻ പുളിയാണ് ഇട്ട് ഒഴിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പുളി നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിങ്ങനെ അരിച്ചൊഴിച്ചെടുക്കാച്ചതാണേ. ഒരു ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ പുളി എൻ്റെ കയ്യിൽ. ഇപ്പം നമുക്ക് ഈ ഒരു കാരക്ക ഇട്ട് കൊടുക്കട്ടോ. ഈ ഒരു കാരക്ക നല്ലോണം ഒന്ന് വേവണം. അപ്പോൾ അത് വെന്തോട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. ഓരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചും കൊടുക്കണേ. പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പുളിയും ഈ ഒരു കാരക്കൊക്കെ നല്ലോണം ഇങ്ങനെ തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്ക് ഇതിക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിക്ക് മുളക് പൊടി ചേർക്കണം. ഇപ്പോൾ ഒരു 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ ചേർത്ത്. അപ്പം ഞാൻ ശർക്കര ഉരുക്കിങ്ങാണ്ട് അരിച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടി ഉണ്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. ഞാൻ 3 അച്ച് ശർക്കരയായിട്ട് എടുത്തേ. ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇത് നമ്മളിതിലിട്ട് ഈ കാരക്കൊക്കെ നല്ലോണം വേവണം. അതുവരെ ഇങ്ങനെ ഇളക്കിയിട്ട് എപ്പോഴൊന്നും ഇളക്കൊന്നും വേണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയേ. ഇതിലിട്ട് കാരക്കൊക്കെ അതാ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടേ നമുക്ക് ഇതൊന്ന് തണുപ്പിക്കണം. അപ്പോൾ അത് തണുത്തോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. ഞാൻ അതാ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് തോലൊന്ന് കളയട്ടെ. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കട്ടോ. ഉരുളക്കിഴങ്ങ് ഇതാ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉടച്ച് വെച്ചത് ഇവിടെ വെക്കട്ടെ. ഇനി നമ്മൾ ഉള്ളി അരിയാം. ഞാൻ ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേഗം എടുത്തുകൊണ്ട് അരിഞ്ഞാൽ മതിയല്ലോ. അരിയണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി അരിയണം കേട്ടോ. അരിഞ്ഞ ചുള്ളി നേരെ എടുത്തിട്ട് ഉരുളക്കിഴങ്ങിക്കാണ്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിൽ തിന്നാണ്ട് എടുക്കുക കേട്ടോ. കഴുകി വെച്ചാട്ടോ ഞാൻ. ഇത് കൂട്ടി പിടിച്ചാണ്ട് അരി തന്നെ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ടേ, അത് ചെറുതാക്കി അരിയാം. നേരെ ഇതിക്കട് തട്ടി കൊടുക്കുക. നല്ല ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് ചാട്ട് മസാല, 1/2 ടീസ്പൂണ് ബ്ലാക്ക് സോൾട്ട് ഇട്ടോ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്യണേ. അപ്പോഴാണ് ആ ഒരു അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഇപ്പം എന്തെങ്കിലും മനസ്സിലായോ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മനസ്സിലാവാത്തവർക്ക് പാനിപ്പൂരിയാണ് ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ പാനിപ്പൂരിക്കുള്ള ഫില്ലിംഗ് ആണ് ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുക നല്ലോണം. ഇനിയിപ്പോൾ ബ്ലാക്ക് സോൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പിടാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സോൾട്ട് തന്നെ ചേർക്കണമെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, നമ്മളെ വീട്ടിൽ എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും.
അതുപോലെ ചാട്ട് മസാലയും കിട്ടും. അതിന് മാത്രം വിലയൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണാട്ടോ വരുന്നത്. അപ്പോൾ മിക്സിംഗ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഞാനിതിനെ വേറൊരു പാത്രത്തേക്ക് മാറ്റട്ടെ കേട്ടോ. ഈ ഒരു പാത്രം നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണം. ഇതിവിടെ നിന്നോട്ടെ കേട്ടോ. അടുത്ത പരിപാടി മിക്സിൻ്റെ ജാറിൽ കാണിച്ചു തരാം. ജാറൊക്കെ ഉണ്ട് തുറന്ന് വെച്ചിട്ടേ നമുക്ക് വേഗം തന്നെ നമ്മളെ മല്ലിയിലൊക്കെ ഉണ്ട് എടുക്കതെന്ന്. മല്ലിയിലതാ ഞാൻ അതേപോലെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിക്ക് ഇട്ടെടുത്തു. കുറച്ച് പുതിന ഇതൊന്ന് എടുക്കട്ടോ. അതും മിക്സിൻ്റെ ജാറിക്ക് തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇട്ടെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും മിക്സിൻ്റെ ജാറിക്ക് ഇട്ടെടുത്തു. ഞാനിതാ ഒരു ഹാഫ് ചെറുനാരങ്ങ നീര് അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ. കുരുവൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കൂട്ട്, അതിക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഹാഫ് ഫുള്ളൊന്നും വേണ്ട കേട്ടോ. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇതാ എൻ്റെ കയ്യിലുണ്ട്. ഒന്നുകൊണ്ട് മിക്സ് ചെയ്യാം. വലിയൊരു സ്പൂണ് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ജാറിലിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി കൊണ്ടിട്ടെ. ഇതാട്ടോ അരച്ചത്. നമുക്കിതേ അരിക്കട്ടോ. ഞാൻ അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചേന്നേ. കൂടുതൽ വെള്ളം ഒഴിച്ചാലേ ഇതേപോലെ ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടൂലേ. അതാ ഇത്തിരി വെള്ളം ഒഴിക്കണേ. നമുക്ക് ഈ ഒരു ചണ്ടിക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടോ. ചണ്ടി എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ നല്ലോണം അരച്ചിട്ടുണ്ട്. എന്നാലും ഇത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെന്നെ ഒഴിക്കുക. ഇപ്പോൾ ഇതാ ഇത്രയും വെള്ളമായില്ലേ. കുറച്ചും കൂടിയൊക്കെ വെള്ളം ഒഴിക്കട്ടോ. നമുക്കറിയാലോ ഒരു പാനിപൂരി എന്നല്ലേ, അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളം വേണമല്ലോ. പാകത്തിനുള്ള വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് പൊടിയൊക്കെ ചേർക്കാണ്ട്. നമ്മൾ മറ്റേതിൽ ചേർത്തില്ലേ അതേപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണ്. ഇതിക്ക് നമ്മൾ 1/2 സ്പൂണ് ബ്ലാക്ക് സോൾട്ട് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ചാട്ട് മസാല 1/2 സ്പൂണ് ചേർത്തു. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവേന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബ്ലാക്ക് സോൾട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതും ആയിട്ടുണ്ട്. ഇതും കൂടി മാറ്റി വെച്ചിട്ട് അടുത്ത പണി ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചേന്ന ഈ ഒരു സോസ് ഇല്ലേന്നോ, നമ്മൾ ആ ഒരു മധുരവും പുളിയൊക്കെ ഉള്ള അതിനൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നര അരക്കട്ടെ. കാരണം നമ്മളെ ഈ ഒരു ഈന്തപ്പഴമൊക്കെ ഇതിലുണ്ടല്ലോ, അതൊക്കെ ഇതിക്ക് ഇങ്ങോട്ട് അരഞ്ഞ് ചേരണം. അരച്ച ഈ ഒരു സോസ് ഈ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. കുറച്ച് വെള്ളം അതിക്കൊക്കെ ഒഴിച്ചിട്ടേ ഈ സംഭവങ്ങളൊക്കെ നല്ലോണം ഇങ്ങോട്ട് എടുക്കട്ടോ. ഈ ഒരു മൂടിയുമിലൊക്കെ ഉണ്ടല്ലോ നല്ലോണം, അപ്പോൾ ഇതിക്ക് തന്നെ ഒഴിച്ചിട്ട് ഇതിലുള്ളത് കൊടുക്കുക. ഈ ഒരു സംഭവം മാറ്റി വയ്ക്കുക. പാനിപ്പൂരി ഉണ്ടാക്കാനുള്ള പാനി ഫില്ലിംഗ് ഒക്കെ റെഡി ആയില്ലേ. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കല്ലേ. പൂരി ഉണ്ടാക്കാതാ അതേപോലെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തു. സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണേ. പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പാനിപ്പൂരിൻ്റെ പൂരി. ഇത് റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് പണിയൊന്നുമില്ല. ആ സൺഫ്ലവർ ഓയിൽക്ക് ചൂടാകുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പൂരി ആയിട്ട് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓയിൽക്ക് ഇട്ടുങ്ങാണ്ട് പൊരിച്ചെടുക്കണല്ലേ. പിന്നെ അതല്ലാതെ പൊരിച്ചത് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇനി അതുമല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റവയൊക്കെ ചേർത്തിട്ട് കുഴച്ചിട്ട് പരത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാക്കിയിട്ട് പൂരി ഉണ്ടാക്കുകയും ചെയ്യാം. ഓയിൽ ചൂടായി നിൽക്കണേ. നമ്മൾ ആ പൂരികളാക്കി ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വലുതായി വരും. ഇത് പെട്ടെന്നാവേ കരിയല് കേട്ടോ. നമുക്ക് വേഗം തന്നെ കോരണം. അപ്പോൾ ആയിട്ടുണ്ടായി ഞാൻ കോരണേ. വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. നല്ല ഭംഗിയുണ്ട്. പക്ഷെ തീ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. വേഗം ആക്കും വേണം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഇത് നേരത്തെ പറഞ്ഞ പോലെ വാങ്ങിയതാട്ടോ. ഇത് രണ്ടും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇതിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിച്ചോക്കെ. പക്ഷെ അതിൻ്റെ അത്ര വലിപ്പമില്ല തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പൊട്ടിക്കാം. ഇതാണ്ട മുളക് പൊടിയൊക്കെ ചേർത്തത് നമ്മൾ ഉണ്ടാക്കിയത്. ഇല്ല വലിയ മാറ്റമൊന്നും ഇല്ലല്ലേ മനു? വലിപ്പത്തിനൊന്നും ഒരേപോലെ തന്നെ. ഇനിയിപ്പോൾ ഇതാണ്ട് ചേർത്ത് കൊടുക്കല്ലേ. എന്തിനാ ഇപ്പം മാറ്റി വയ്ക്കണു? ഇതാ ഒരു പാത്രം നിറച്ച് പൂരിയായിട്ടുണ്ട്. നമുക്ക് വേഗം കഴിക്കാൻ നോക്കല്ലേ. അപ്പം ഇതൊന്ന് ഒന്നാണ്ട് എടുത്തിട്ടേ നമുക്കൊന്ന് പൊട്ടിക്കട്ടോ. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് എടുത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാം. നമ്മളാ ഒരു മധുരവും പുളിയൊക്കെ ഉള്ള ആ ഒരു സോസ് അത് ഒഴിച്ചു. നമ്മളെ ആ ഒരു എരിവും എന്താ പറയുക നല്ലൊരു ചവർപ്പും
ഒക്കെപ്പാടെ കൂടിയൊരു ആ ഒരു പച്ച സോസ്. അപ്പം അതും കൂടി ഒഴിച്ചു. ഇനി നേരെ എന്നാ ഒറ്റ വായിക്കിട്ട് കഴിക്കുക. നമ്മൾ ഏതെങ്കിലുമൊക്കെ പോകുമല്ലോ, അപ്പോൾ ഈ ഒരു പാനിപ്പൂരി ഉണ്ടാക്കണ ആ ഒരു മണം ഇങ്ങനെ വരും. ആ ഒരു മണം അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് സത്യമായിട്ട്. നമ്മളിതിലിട്ട് ആ ചാട്ട് മസാലയും ആ ബ്ലാക്ക് സോൾട്ടും ഒക്കെപ്പാടെ കൂട്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത ഒന്നും കൂടി കഴിച്ചോക്കാം. ക്യാമറാമാൻ ചേഞ്ച് ആവണോ? മനുവിന് കഴിക്കാൻ തോന്നുന്നുണ്ട്. അത് പറഞ്ഞാൽ പറ്റൂല. ഈ കഴിക്കുന്ന നമ്മളെ വ്യൂവേഴ്സിന് കാണണം. പാവ മനുവിനെ കൊതിപ്പിച്ച് കഴിക്കുക എന്നൊക്കെ പറയണതാണ് ഓരോരുത്തർ. മനു ഞാൻ കഴിക്കാട്ടിൽ കഴിക്കണ്ടെന്നുള്ള എനിക്കെല്ലാം അറിയണുള്ളൂ. ക്യാമറയ്ക്ക് പിറകിൽ മനു എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ മൂന്നാമത്തെ കഴിക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാമറമാനെ മാറ്റുന്നുണ്ട് മനുവാ. നമ്മളെ പാനിപ്പൂരി ടേസ്റ്റ് ചെയ്ത അംഗസംഖ്യകൾ കൂടിയിട്ടുണ്ട്. ഇതാ അച്ചു വാങ്ങ്. അച്ചുവിനൊക്കെ ഓർമ്മയില്ലേ? നമ്മളെ ഓണ വീഡിയോയിലൊക്കെ നിന്ന ആളാണ് കേട്ടോ. നമ്മളെ ഇളയിച്ചാണേ. ആ കുട്ടിക്ക് തരാം, ഇപ്പം തരാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയൂ മനു, എങ്ങനെയുണ്ട്? അതെ, ഞാനത് പറയാൻ നിൽക്കുകയായിരുന്നു വീഡിയോയിൽ. ഇപ്പം തരട്ടോ കുഞ്ഞെ, ഇപ്പം തരട്ടോ. കുഞ്ഞിന് ഇപ്പം തരും. സൂപ്പറായോ? ഞാൻ ആകെ ആ ഒരു വട്ട പാനിപൂരി കഴിച്ചിട്ടുള്ളൂ. അതെ, ഏകദേശം അതേ ടേസ്റ്റ് തന്നെ ഇപ്പൊ കിട്ടുന്നുണ്ട്. കുഞ്ഞിനെടുക്ക്. അങ്ങനെ കഴിക്കാൻ കഴിയില്ലല്ലേ? കുഞ്ഞിഷ്ടമുള്ള പോലെ കഴിച്ചോളിട്ടാ. അച്ചു ഈ ഇവള് കോഴിക്കോടാണ് കേട്ടോ. അപ്പൊ ആ ഭാഗത്തൊക്കെ ഉണ്ടാ ഒരുപാട് ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് കൂടുതലായിട്ട് കോഴിക്കോട് സ്ട്രീറ്റിലും ആണോ? കോഴിക്കോട് എന്ന് പറഞ്ഞാൽ തന്നെ ഫുഡിന്റെ ഒരു ഏരിയ ആണ് അല്ലേ? നമ്മളെ മലപ്പുറം പോലെ തന്നെ. ഇത് പാനിപ്പൂരി ഇതിന്റെ മുന്നേ കഴിച്ചിട്ടുണ്ടോ അച്ചോ? ഞാൻ ഒരു തവണ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചതാ. ഉണ്ടാക്കി കഴിച്ചിട്ടല്ലേ? വാങ്ങി കഴിക്കുമ്പോഴേ ബോക്സ് വാങ്ങൂല. അതല്ല, ഞാൻ എന്താ പറഞ്ഞറിയോ, വാങ്ങി കഴിക്കുമ്പോ ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാ ഞാൻ ചോദിച്ചത്. മനസ്സിലാവണില്ലല്ലേ? അപ്പൊ ഞാൻ കിച്ച് കഴിച്ചിരുന്നത് പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടോ? അച്ഛ വാങ്ങി തന്നില്ല അറിയൂലേ? എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ കുഞ്ഞെ. മിത്തുന് ഇപ്പൊ തരട്ടോ. മിത്തു കഴിച്ചിട്ടുണ്ട്. അതെന്താ, അത് നമ്മള് വാങ്ങിയ കവറിലുള്ള വാങ്ങിയലുള്ള ചെറിയൊരു കാറിച്ചുണ്ടല്ലേ വാങ്ങിയതും. നമ്മളിവിടെ ഉണ്ടാക്കിയ ടേസ്റ്റ് കുറച്ച് മാറ്റണ്ടല്ലേ? അതുണ്ടാവുമല്ലോ. ഉണ്ടാക്കിയാണ് കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എന്നാ മിത്തു വഞ്ഞ മിത്ത് തിന്നണ രീതിക്ക് തിന്നണം. കൊള്ളണില്ല. ഞാൻ ഉണ്ടാക്കിയത് കുറച്ചുകൂടി വലുതാണ്. മിത്തുന് നല്ല ഇഷ്ടായോ? എന്താ ടേസ്റ്റ് എന്താ തോന്നണേ? എന്തൊക്കെ ഉണ്ട്? എരിവുണ്ടോ? മധുരണ്ടോ? പുളിയുണ്ടോ? ഒന്നുമില്ല. എരിവില്ല. ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ട്. അതാ മറ്റേ എരിവുള്ള സംഭവം കൊടുത്തിട്ടേ എന്നാണ് നമ്മള് കൊറിയൻ ഫുഡ് കൊടുത്തില്ലോനെ, അന്ന് ഇതേപോലെ എരിവില്ലായിരുന്നു. എന്നിട്ട് പിന്നെ പെരും വെള്ളം കൂടി കണ്ണെന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ച് ഒറ്റ വായലിടണമെന്ന് പറഞ്ഞപ്പോഴേ ക്യാമറേൻ്റെ മുന്നിലാകുമ്പോൾ എല്ലാവർക്കും ഒരു ചമ്മല്. അവർക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മറ്റേ മിച്ചറൊക്കെ ഇടലുണ്ട് അവര്. പിന്നെ മഞ്ഞ മിച്ചറൊക്കെ വേണമെങ്കിൽ ഇടാം. കടല പുഴുങ്ങിയതൊക്കെ ചേർക്കാം. അതുപോലെ ആ മിച്ചർ മഞ്ഞ മിച്ചർ ചേർക്കാം. അങ്ങനെ പല സംഭവങ്ങളും ചേർക്കട്ടോ ഇതില്. പക്ഷെ ഇങ്ങനെ ഇതൊന്നും ചേർക്കാതെ കഴിച്ചാലും അപാര ടേസ്റ്റ് തന്നെ കേട്ടോ. ഈ സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇത് ഇതേപോലെ വാങ്ങാൻ കിട്ടും. പക്ഷെ അത് പറഞ്ഞാൽ പല ഓയിൽ ഇട്ടിട്ട് ഉണ്ടാക്കി നമുക്ക് തന്നെ മനസ്സിലാവേണ്ടത് ഇതൊരു കാറിച്ച പോലെ. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ സ്ട്രീറ്റിലൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഫുഡ്, അതായത് ഈ ഒരു പാനിപ്പൂരി നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. എന്നാൽ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ തന്നെ കൊടുക്കാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ? അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മളിവിടെ നല്ല നല്ല വീഡിയോസ് ഇത് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്താണ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.